ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഹ്യൂമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം +1 ഹിസ്റ്ററി എക്സാം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. നല്ല എക്സാം ആയിരുന്നു കേട്ടോ. നല്ല ചോദ്യമായിരുന്നു. A+കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വകുപ്പ് മുൻപേ പറഞ്ഞിരുന്നു A+കാരൊന്ന് പിടിക്കുന്നുള്ളത്. അത് കൃത്യമായിട്ട് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എക്സാമുകളിൽ കാണുന്നുണ്ട്. A+കാർക്ക് അല്പം തലവേദന ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് എക്സാം മുൻപോട്ട് പോയിട്ടുള്ളത്. എന്നാൽ കൃത്യമായിട്ട് പഠിച്ചവർക്ക് പെട്ടെന്ന് പാസ്സാവാനും ഡബിൾ പാസിലേക്ക് എത്താനും ഈ എക്സാമിലൂടെ കഴിയുന്നുണ്ടെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇനി നമ്മുടെ ഹ്യൂമാക്സുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ നമ്മൾ ഏകദേശം 10 ചാപ്റ്ററുകളിൽ നിന്ന് 10 വീഡിയോ നമ്മൾ ചെയ്തു. ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 20 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് ചർച്ച ചെയ്തിരുന്നത്. ഈ 20 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ചർച്ച ചെയ്തപ്പോൾ ഈ 20 ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ഏകദേശം 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. ഓക്കെ, മാപ്പൊക്കെ ഞാൻ തലേ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ മാപ്പൊക്കെ അതുപോലെ തന്നെ എക്സാമിൽ വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായതാണ്. ഹ്യൂമാക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും എക്സാമുമായിരുന്നു പറയേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് വൺ വേർഡുകൾ അതിന്റെ ആൻസറുകൾ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചർച്ച ചെയ്ത് എക്സാമിൽ വന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിനി നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കോളത്തിൽ നിന്ന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ കോളത്തിൽ അഗസ്റ്റസ്, ഷാംപൂർ ഒന്നാമൻ, പ്ലിനി, കോൺസ്റ്റന്റൈൻ എന്നിവയും ബി കോളത്തിൽ സോൾഡസ്, പ്രിൻസിപ്പേറ്റ്, ഇറാനിയൻ ഭരണാധികാരി, നാച്ചുറൽ ഹിസ്റ്ററി എന്നിവ ബി കോളത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവയെ എങ്ങനെയൊക്കെ സാമ്യപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിൽ സാമ്യപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അഗസ്റ്റസ് പ്രിൻസിപ്പേറ്റുമായും ഷാംപൂർ ഒന്നാമൻ ഇറാനിയൻ ഭരണാധികാരിയുമായും പ്ലിനി നാച്ചുറൽ ഹിസ്റ്ററിയുമായും കോൺസ്റ്റന്റൈൻ സോൾഡസുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ആ രീതിയിലാണ് ഇതിനെ ചിട്ടപ്പെടുത്തി എഴുതേണ്ടത്. ഇനി 2 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതി. ഒരു സ്കോർ വീതമാണ് ലഭിക്കുന്നത്. വിശുദ്ധ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആര്? ഷാലമിൻ എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. ഹെൻറി 7 ഭരിച്ചിരുന്ന രാജ്യത്തെ കണ്ടെത്തുക. ഇംഗ്ലണ്ടാണ് ആൻസർ വരുന്നത്. അബ്ബാസികളുടെ തലസ്ഥാനം ഏതായിരുന്നു, അല്ലെങ്കിൽ അത് കണ്ടെത്തുക. ബഗ്ദാദാണ് ആൻസർ. എലമെന്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ പേരെഴുതുക. യൂക്ലിഡ് എന്നാണ് ആൻസർ വരുന്നത്. ഫ്ലോറൻസിലെ ഡ്യൂമോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഫിലിപ്പോ ബ്രൂണലോഷി എന്നാണ് അതിന്റെ ആൻസർ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനും 1 മാർക്കിന്റെ അവസാന ക്വസ്റ്റ്യനുമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറി മുറിച്ച് പരിശോധിച്ചത് ആരാണ്? ആൻഡ്രിയസ് വെസലിയസ് എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇത്രയുമാണ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാക്രമത്തിൽ എഴുതുക. 1 ബർത്തലോമിയോ ഡേസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തി. ഇതാണ് ഫസ്റ്റ് വരുന്നത്. 1488 അദ്ദേഹം ഗുഡ് ഹോപ്പിൽ എത്തുന്നത്. 2 കൊളംബസ് ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു. 1492 3 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കൊരു സമുദ്രപാത കണ്ടെത്തി. 1498 ഇത് സംഭവിക്കുന്നത്. 4 കബ്രോൾ ബ്രസീലിൽ എത്തിച്ചേർന്നു. 1500 ഇത് സംഭവിക്കുന്നത്. ഈ രീതിയിലാണ് ഇതിനെ കാലഗണനാക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലാണ് ഇതിനെ കാലഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തിയതുണ്ടത്. ഇതിന്റെ ചോദ്യം ഞാൻ പറഞ്ഞിട്ടില്ല, ആൻസർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ മാപ്പായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ, സഹാറ മരുഭൂമി, മക്ക, ജെറുസലേം. എക്സാമിന്റെ തലേ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് ഈ മാർക്ക് ഫുള്ളായിട്ട് മേടിക്കാൻ പറ്റിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എവിടെയാണെന്നുള്ളതും എവിടെയാണ് ഇന്ത്യ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാനന്ന് അടയാളപ്പെടുത്തുന്നിരുന്നു. ഇതാണ് മാപ്പിന്റെ രീതി. ഓക്കെ, ജെറുസലേം,
അതുപോലെ തന്നെ മക്ക, അതുപോലെ തന്നെ കോൺസ്റ്റന്റിനോബിൾ, ഇതൊക്കെ വരുന്ന ആ ഒരു ഏരിയ ഇതിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് പറയപ്പെട്ട 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. 10 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 ഉത്തരം എഴുതിയാൽ മതി. 2 സ്കോർ വീതമാണ് ലഭിക്കുന്നത്. ഞാൻ എല്ലാ ചോദ്യവും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ +1 ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് 10 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആണ് 2 മുതൽ 8 മാർക്ക് വരെ ഉള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതെന്ന് മാത്രമാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ +1 ഹിസ്റ്ററി എക്സാമിൽ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത 10 വീഡിയോകളിൽ ആയിട്ട് ഞാൻ സംവദിച്ചത് നിങ്ങളോട്. നിങ്ങൾ ആ വീഡിയോ മാത്രം കണ്ടിരുന്നെങ്കിൽ, അതിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ 50 മാർക്കുകൾ നമുക്ക് മേടിക്കാമായിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തുണി വ്യവസായ മേഖലയിലുണ്ടായ ഏതെങ്കിലും 2 കണ്ടുപിടുത്തങ്ങളെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞത്. വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഭാഗം കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. സ്വർണത്തിനായുള്ള ഇരച്ചുകയറ്റം എന്നത് വ്യക്തമാക്കുക. അമേരിക്കയുമായിട്ടുള്ള സ്വർണ്ണ വ്യാപാരത്തെ കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. 18ൽ ചൈനയിലെ ലോങ് മാർച്ചിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഒക്കെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മൾ അന്ന് പരിചയപ്പെട്ടതാണ്. ഇനി 19 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ഉത്തരം എഴുതിയാൽ മതി. നമ്മളിതിൽ 2 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സന്യാട്സന്റെ 3 തത്വങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ്. മറ്റൊന്ന് ആസ്റ്റലോ പിഥാഗോറസിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. ആസ്റ്റലോ പിഥാഗോറസിന്റെ സവിശേഷതകൾ, സന്യാസന്റെ തത്വങ്ങൾ, ഇത് 2 നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ഭാഗമാണ്. 22 മുതൽ 26 വരെ ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതിയാൽ മതി. ഇത് നമ്മൾ ആദിമ മനുഷ്യന്റെ ഭക്ഷണ രീതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെങ്കിസ് ഖാന്റെ സൈനിക സംവിധാനം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇംഗ്ലണ്ടിലെ വ്യവസായിക വിപ്ലവത്തിന്റെ ഉദയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. 3 ക്വസ്റ്റ്യൻ അഥവാ 4 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 27 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ഉത്തരം എഴുതിയാൽ മതി. റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ശ്രേണീകരണം വിശദീകരിക്കുക. നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്ത ഭാഗമാണ്. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. സാഹിത്യത്തിന്റെ മേഖലയിൽ ഇസ്ലാമിന്റെ സംഭാവനകൾ വിശകലനം ചെയ്യുക. 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. റോമ സാമ്രാജ്യത്തിന്റെ നിലനിന്നിരുന്ന ശ്രേണീകരണവും ഇസ്ലാമിന്റെ സംഭാവനകളും നമ്മൾ ചർച്ചയ്ക്ക് വെച്ചതാണ്. ഇനി 30 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ഉത്തരം എഴുതുക. 8 സ്കോർ വീതമാണ് കിട്ടുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണ മെസപ്പൊട്ടേമിയയിലെ നഗരവൽക്കരണത്തിന്റെ സവിശേഷതകൾ വിശദമാക്കുക. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസത്തിന്റെ 3 വിഭാഗങ്ങളെ വിശദീകരിക്കുക. ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അഥവാ ഏകദേശം 50 മാർക്കോളം, മാപ്പ് അടക്കം 50 മാർക്കിനുള്ള ആൻസറും അതിന്റെ ക്വസ്റ്റ്യനും നമ്മൾ 10 വീഡിയോസുകളായിട്ട് പറഞ്ഞിരുന്നു. പഠിച്ചവർക്ക് അത് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ വീഡിയോവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടൊരു നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് മേടിച്ചവർക്ക് ഫുൾ മാർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിലാണ് നോട്ട് ലഭിച്ചിരിക്കുന്നത്. കാരണം നോട്ടിൽ പറയാത്ത ഒരു ഭാഗവും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഓക്കെ, മറ്റു പല വീഡിയോകളുമായിട്ട് ഇനിയും കാണാം.